ഞാൻ ഇവിടെ ബിജു പോയോ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഉത്തരേന്ത്യയിലെ കാര്യമൊന്നുമല്ല, കേരളത്തിലെ കാര്യമാണ്. ബിജു ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഇത് ബിജു മോഹനാണ്. ഇരിക്ക്. ബിജു മോഹൻ ഒരു ചാനലുണ്ട്. ആ ചാനലിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അത് ചരിത്ര കോൺഗ്രസ് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് അദ്ദേഹം വരുന്നതല്ല. ഇതുപോലെ ഏത് പരിപാടി കേരളത്തിലുണ്ടെങ്കിലും ബിജു മോഹൻ അവിടെ ഉണ്ടാവും. ബിജു മോഹൻ അവിടെ ഉണ്ടാവും. അത് അദ്ദേഹം റെക്കോർഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി അത് കാണിക്കും. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് എല്ലാവരുടെയും ഇന്നിവിടെ സംസാരിക്കുന്ന ഈ പാനലുകളിലുള്ള ഏതാണ്ട് ഒരു 90% ആളുകളുടെയും പ്രഭാഷണങ്ങളുടെ ശകലങ്ങളും പ്രഭാഷണങ്ങളും റീൽസും ഷോർട്സും മുഴുവൻ പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് ബിജു മോഹൻ്റെ ചാനലുണ്ട്. അപ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ബിജു മോഹന് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ അതിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതിൽ 2.25 ലക്ഷം പേരും ഈ പ്രസംഗിക്കുന്നവരെ ആക്രമിക്കാൻ വേണ്ടി അതിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരാണ്. കാരണം കേരളത്തിലെ പുരോഗമന സ്വഭാവമുള്ള ഏത് പരിപാടിയും പോയി അങ്ങനെ റാൻഡമായിട്ട് ചെയ്യുന്ന ഒരാളല്ല ബിജു മോഹൻ. ബിജു മോഹൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അദ്ദേഹം ഈ ചരിത്രമാണ് കൂടുതലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ചരിത്രവുമായി ബന്ധപ്പെട്ടതും സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതും സാഹിത്യം, അതെല്ലാം തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നതെല്ലാം പുരോഗമന സ്വഭാവമുള്ള, അദ്ദേഹം തന്നെ വളരെ പുരോഗമന സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. ഈ ത്യാഗം സഹിച്ച് കേരളം അങ്ങോളം ഇങ്ങോളം ഇതും ചുവന്നുകൊണ്ട് നടന്ന് അദ്ദേഹം ഈ പ്രഭാഷണങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്ത് ആ പ്രഭാഷണങ്ങൾ ആ ചാനലിൽ കൂടി കാണിക്കുമ്പോൾ ആ ചാനലിൽ ബിജു ക്ഷമിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ഹിന്ദുത്വവാദികളാണ്. ബിജു അത് നിഷേധിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അതറിയണമെങ്കിൽ നിങ്ങൾ ഈ ഓരോ പ്രഭാഷണം, ഈ പ്രഭാഷണം അവിടെ ഉണ്ടാവും, ഇതിന് താഴെ വന്നിട്ട് എഴുതുന്നത് നിങ്ങൾ ആരാണ് എന്താണ് എന്ന് വായിച്ചു നോക്കണം. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ചാനലിൽ വന്ന് ഈ ചാനലിലെ പ്രഭാഷകരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങി വന്നിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ട് എന്നുള്ളത്. അതാണ് ഈ ചാനലിംഗ് ഹിസ്റ്ററി പബ്ലിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ പബ്ലിക് സ്റ്റേജിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും പേരുമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കാർക്കും ഇതിനോട് വലിയ വിയോജിപ്പില്ല. സൂക്ഷ്മാംശങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷേ പൊതുവിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് തമ്മിൽ ഒരു സാമ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു ഏകീകൃതമായ ബോധ്യമുണ്ട്. അക്കാര്യത്തിലൊന്നും നമുക്ക് തമ്മിൽ പരാതിയുള്ളവരായിരിക്കില്ല നമ്മൾ. പക്ഷേ ഈ പബ്ലിക് സ്റ്റേജിൽ നിന്ന് ഇത് നേരത്തെ പറഞ്ഞ വിൻസിന് പറഞ്ഞ ഈ ടിൻഡു ഒക്കെ പറഞ്ഞ ഈ സ്റ്റേജിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക്, അതായത് സോഷ്യൽ മീഡിയയുടെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ സ്റ്റേജിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ അവിടെ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, സംഘടിതമായി വന്ന് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അതിപ്പോൾ ഇതിനെ കേരളത്തിലെ ഏത് പ്രഭാഷകരുടെ പ്രസംഗങ്ങളും, അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇത്തരം പ്രഭാഷണങ്ങൾ ഒന്നിച്ചൊരു ആർക്കൈവ്സ് ഉണ്ടെങ്കിൽ അത് ബിജു മോഹൻ്റെ മാത്രമാണ്. ഇത്രയും വിപുലമായിട്ടുള്ള ആൾക്കാരുടെ ആർക്കൈവ്സ് ഉള്ളത് കേരളത്തിലെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ, KN മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് 90% ആളുകളുടെയും പ്രസംഗങ്ങൾ, അവരുടെയൊക്കെ തന്നെ ചാനലുകൾ, അവരുടെ നിരന്തരമായി അവരെ വിടുന്ന മാളവികയുടെ ഉണ്ട്, KN ഉണ്ട്, സുനിലിൻ്റെ ഉണ്ട്, ധാരാളം പേരുടെ പ്രഭാഷണങ്ങളുണ്ട്. നമ്മുടെ കാർത്തികേയൻ സാറിൻ്റെ ഉണ്ട്. അവരുടെ എല്ലാം പ്രഭാഷണങ്ങളുടെ നീണ്ട ചിത്രീകരണങ്ങളും ഷോർട്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആർക്കൈവ്സ് ആണ് ബിജു മോഹൻ്റെ ആർക്കൈവ്സ്. ആ ആർക്കൈവ്സിലേക്ക് നമ്മൾ ഒരു പ്രഭാഷകൻ എന്നുള്ള പേരിൽ കയറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആഭാസ വർത്തമാനങ്ങൾ നമുക്കെതിരെ പറയുന്ന ഒരു സംഘം. അത് വെറും ഒരു നിസ്സാരമായിട്ടുള്ള, അത് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ഈ 3 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് 2.25 ലക്ഷവും അവരാണ് എന്ന് ഞാൻ സങ്കല്പിക്കുന്നത്. അതാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത്. ഇത് ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ പബ്ലിക് സ്റ്റേജിലുള്ള നമ്മുടെ ചരിത്രത്തിനകത്തുള്ള നമ്മുടെ ഇടപെടലുകളെ പരിമിതപ്പെടുത്തുന്ന ഒരു പദ്ധതി നമുക്ക് വേദികൾ തരാതിരിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ധാരാളം വേദികൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ കിട്ടും. അതുകൊണ്ടാണല്ലോ ബിജുവിനും പോയി ഇത് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. പക്ഷെ കേരളത്തിന് പുറത്ത് യഥാർത്ഥത്തിൽ പുരോഗമനപരമായ ചിന്തകൾക്കും പുരോഗമനപരമായ ചരിത്ര വിചാരങ്ങൾക്കും അത്തരം കാര്യങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ആൻഡ്രേ ട്രഷ്കെ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ ചരിത്രകാരി, അതായത് മുഗൾ കാലഘട്ടത്തിലെ ചരിത്രത്തെക്കുറിച്ച് വളരെ സുദീർഘമായ പഠനങ്ങൾ, പ്രത്യേകിച്ച് ഔറംഗസീബിൻ്റെ കാലത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, വസ്തുനിഷ്ഠമായ പഠനങ്ങൾ, അവർക്ക് പ്രത്യേകിച്ച് ദുരുദ്ദേശങ്ങളൊന്നുമില്ല, യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായ വിശകലനം നടത്തുന്ന ആൻഡ്രേ ട്രഷ്കയുടെ പുസ്തകങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുഗൾ കാലഘട്ടത്തിലത്തെ
മുഗൾ കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായ പഠനമാണ് ആൻഡ്രേ ട്രസ്കെ നടത്തുന്നത്. ഔറംഗസീബിനെ കുറിച്ച് അതുപോലെ തന്നെ വിപുലമായൊരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആൻഡ്രേ ട്രസ്കെ ഹൈദരാബാദിൽ വരേണ്ടതായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ്. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ വരുമ്പോൾ ആ പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പോലീസ് പറയുന്നു. എന്നും മാത്രമല്ല, അപ്പോൾ സംഘാടകർ പിൻവാങ്ങുന്നു. സംഘാടകർ പിൻവാങ്ങുന്നതിന് മുൻപ് മറ്റ് പല ഓഡിറ്റോറിയങ്ങളും ഇതിനുവേണ്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ എല്ലാം പോലീസ് പോയി ഇത് കൊടുക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ പരിപാടി നടത്താൻ സാധിച്ചില്ല. ഹൈദരാബാദ് പോലൊരു നഗരത്തിൽ, അതായത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ ഏറ്റവും പ്രൗഢമായി നിലനിൽക്കുന്ന ഒരു നഗരമാണ്. ഗോൽക്കൊണ്ട ഫോർട്ട് ആണെങ്കിലും ശരി, ചാർമിനാർ ആണെങ്കിലും ശരി, പള്ളിയാണെങ്കിലും ശരി, എല്ലാം നിലനിൽക്കുന്ന ഹൈദരാബാദിൽ ആൻഡ്രേ ട്രസ്കെയ്ക്ക് ഒരു പ്രഭാഷണം നടത്താൻ വേദി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, എന്ന് മാത്രമല്ല, ഇപ്പോൾ അത്തരത്തിലുള്ള ചരിത്രകാരന്മാരോ നരവംശ ശാസ്ത്രജ്ഞരോ വിദേശത്ത് നിന്ന് വരികയാണ്, അവർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എത്ര കാലം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യമില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട, സംസ്കാരവുമായി ബന്ധപ്പെട്ട, ഭൂതകാലവുമായി ബന്ധപ്പെട്ട നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദികൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരേ ഒരു വേദി എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമം മാത്രമായി മാറുന്നു. ആ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മളെല്ലാം പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിതമായി ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. ഇത് ഇന്നത്തെ ഒരു വസ്തുനിഷ്ഠ ജീവിത യാഥാർത്ഥ്യമാണ്. പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ പോലും ഇപ്പോൾ ഒരു ICSSRൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ചരിത്ര ICHRൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ വിമർശനാത്മകമായ ഒന്നും തന്നെ നിങ്ങൾക്കതിൽ ആ പ്രോജക്റ്റിൽ എഴുതി കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മുമ്പ് വളരെ നിസ്സാരമായി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ വിമർശിക്കുന്ന പ്രോജക്റ്റുകൾ നമുക്ക് എഴുതി കൊടുക്കുകയും ICSR അതിൻ്റെ മെത്തഡോളജിയും അതിൻ്റെ ബാക്കി പദ്ധതികളുമൊക്കെ, രചനാ പദ്ധതികളുമൊക്കെ ശാസ്ത്രീയമാണ് എന്നുണ്ടെങ്കിൽ അനുവദിക്കുമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള യാതൊരു പ്രോജക്റ്റുകളും അംഗീകരിക്കുന്ന പോലുമില്ല. ഇപ്പം നിങ്ങൾക്ക് മാർസിൻ്റെ പേര് വെച്ചൊരു പ്രോജക്റ്റ് കൊടുത്താൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് നിരസിക്കപ്പെടാം. ഈ കോവിഡ് കാലത്ത് നമുക്ക് ധാരാളം ഗവൺമെൻറ് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അതിനെ നയപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള രീതിശാസ്ത്രപരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പോലും സാധ്യമല്ലാത്ത രീതിയിൽ അടഞ്ഞിരിക്കുകയാണ് ഗവേഷണ മേഖല. അത് സാധിക്കില്ല. അത്തരം ഗവേഷണങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഒരു PhD അത്തരത്തിലൊരു വിഷയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. മുമ്പ് ക്രിട്ടിക്കൽ ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപരിവിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത് തന്നെ. എന്തിനേയും വിമർശനാത്മകമായി സമീപിക്കാനാണ് നമ്മൾ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നത്. ഇപ്പോഴങ്ങനെ വിമർശനാത്മകമായി സമീപിച്ചാൽ അവർക്ക് ജോലി സാധ്യതകൾ പോലും ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഗവൺമെൻറ്റിനെ, ഭരണകൂടത്തെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ചരിത്രമായാലും ഭൂമിശാസ്ത്രമായാലും ഏത് വിഷയമായാലും അത്തരത്തിലുള്ള സമീപനമല്ലാതെ മറ്റൊന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സയൻസിനും മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വസ്തുതയാണ്. ഈ വസ്തുത നമ്മുടെ മുൻപിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെ നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ നമ്മുടെ ഇരകളാണെന്ന് പറയും. കാരണം ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസാണ്. ഒരു ക്ലാസ്സിൽ അറ്റൻഡൻസ് വേണം, അവർ വന്നിരുന്നേ പറ്റൂ, നമ്മൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കുട്ടികളുടെ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. ക്ലാസ്സിൽ വരാതെ ജയിക്കുകയാണെങ്കിൽ അതല്ലേ മിടുക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിച്ചാൽ മതി, ക്ലാസ്സിൽ വരണമെന്ന് നിർബന്ധമില്ല എന്ന് വെറുതെ ആണെങ്കിലും പറയും. പക്ഷേ ഞാൻ പറയും, എനിക്ക് നിർബന്ധമില്ല, പക്ഷേ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല, നിശ്ചയ ശതമാനം അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എന്നൊരു കാര്യം കൂടി ഓർത്തോളണം എന്ന് പറയാറുണ്ട്. അതല്ല ഇപ്പോൾ പ്രശ്നം, അതല്ല, ആരെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ് ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്. കാരണം
നമുക്ക് പരിചയമുള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരു +2 വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് BA വിദ്യാഭ്യാസമുണ്ട്. അത് കഴിഞ്ഞാണ് MA പഠിക്കാൻ ഒരു കുട്ടി വരുന്നത്. അപ്പോൾ ആ വരുന്ന കുട്ടി എന്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അധ്യാപകന് ഒരു ധാരണയുണ്ട്. കാരണം നമ്മളെല്ലാം പങ്കിടുന്ന ചില പൊതു ആശയങ്ങൾ പഠിച്ചിട്ടാണ് ആ കുട്ടി വരുന്നത്, MA തലത്തിലേക്ക് പഠിക്കാൻ വരുന്നത്. അതിലൊന്ന് ഒരുപക്ഷെ നെഹ്റുവിൻ്റെ നിലപാടുകളെക്കുറിച്ചുള്ളതാവാം, ഗാന്ധിജിയുടെ നിലപാടുകളെക്കുറിച്ചുള്ളതാവാം, ഗാന്ധിജി രാഷ്ട്രപിതാവാണ് എന്നുള്ളതാവാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചാകാം, ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചാവാം, മുഗൾ സംസ്കാരം, രാഷ്ട്രീയം, ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാകാം, അക്കാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല രാജവംശങ്ങൾ തമ്മിൽ നടത്തിയുള്ള സംഘർഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാകാം. ഇതിനെക്കുറിച്ചെല്ലാം ഒരു പൊതുധാരണ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. കാരണം ഏകദേശം എല്ലാ പാഠപുസ്തകങ്ങളിലും ഈ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ധാരണയിലാണ് നമ്മളൊരു കുട്ടിയെ കാണുന്നത്. എന്നാൽ ഇപ്പോൾ MA വരുന്ന ഒരു കുട്ടി, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി 2014 ശേഷം ഹൈസ്കൂളിൽ ചേർന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടിയാണ്. ആ കുട്ടി എന്താണ് പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല. കാരണം ആ കുട്ടി പഠിച്ചത് നമ്മൾ ഇതുവരെ ഇന്ത്യയിൽ പഠിപ്പിച്ചിരുന്ന പാഠപുസ്തകങ്ങളല്ല. ആ കുട്ടി ഇംബൈബ് ചെയ്തിരിക്കുന്ന, ആന്തരികവൽക്കരിച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെയല്ല, ഞാൻ സ്കൂളിൽ വെച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല. ആ കുട്ടിയുടെ ദേശീയ വീരപുത്രന്മാരും പുത്രിമാരും ഞാൻ പാഠപുസ്തകങ്ങളിൽ പഠിച്ച് മനസ്സിലാക്കിയ വീരപുത്രന്മാരും വീരപുത്രിമാരും അല്ല. അവർ മനസ്സിലാക്കിയിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കൾ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കളല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രം, സ്വാതന്ത്ര്യ സമരം തന്നെ ആര് നടത്തി എന്നുള്ളതിനെ ഒരു സംശയാസ്പദമായ ചോദ്യമാക്കി മാറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മോൾഡ് ചെയ്യപ്പെട്ട, രൂപപ്പെടുത്തപ്പെട്ട വിദ്യാർത്ഥികളാണ് എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. അവരെയാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്. ഏത് സമാനമായ ആശയ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ്, വിചാര മാതൃകയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവരുമായി ഒരു സംവാദം ആരംഭിക്കുക. ഇത് അധ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി ഞാനിപ്പോൾ കാണുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി, അല്ലെങ്കിൽ 13 വർഷക്കാലമായി പാഠപുസ്തകങ്ങൾ മാറുന്നത് പിന്നീടാണ്. പാഠപുസ്തകങ്ങൾ മാറുന്നതിന് മുൻപ് തന്നെ പഠന രീതിയും പഠിപ്പിക്കുന്നതിൻ്റെ ചരിത്രവും ചിത്രവും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഈ കേശവൻ മാമൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ലല്ലോ. കേശവൻ മാമന്മാരുടെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ ഉത്തരേന്ത്യയിലുള്ള പലതും, നിരന്തരം നടക്കുന്നതാണ്. ആ ചരിത്രധാരണയുമായാണ് അവർ കടന്നു വരുന്നത്. ആ ചരിത്രധാരണയ്ക്ക് വിരുദ്ധമായ ഒന്ന് ക്ലാസ് മുറിയിൽ കേൾക്കുമ്പോൾ അവർ അമ്പരക്കുകയാണ്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ ഗാന്ധിജിയെ നമ്മൾ വിമർശനാത്മകമായി ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റും. ഒരു കുട്ടി ഗാന്ധിജി രാഷ്ട്രപിതാവാണ് എന്നും അദ്ദേഹം ഇന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, നല്ല കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് വന്നാൽ പോലും അദ്ദേഹത്തോട് നമുക്കൊരു വിമർശനമുണ്ടെങ്കിലും അംബേദ്കറുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചർച്ച അദ്ദേഹം നടത്തിയിട്ടുണ്ട്, അതിൽ നമുക്ക് വിമർശനമുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു തലം ഉണ്ട്. ആരെയും നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് വിമർശിക്കാം, നമ്മൾ വിമർശിച്ചിട്ടില്ലേ? ജവഹർലാൽ നെഹ്റുവിനെ എത്രയോ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വിമർശിച്ചിട്ടുണ്ട്, അതിനുശേഷം വിമർശിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിക്ക് അതിൻ്റെതായ പ്രഥവിശേഷതകളുണ്ട്, അതിൻ്റെതായ പോരായ്മകളുമുണ്ട്, അതുകൊണ്ട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ലോഹ്യ എത്രയോ രൂക്ഷമായി നെഹ്റുവിനെ വിമർശിച്ചിട്ടുണ്ട്. നെഹ്റുവിനെ വിമർശിക്കുന്നതോ ഗാന്ധി വിമർശിക്കുന്നതോ അല്ല പ്രശ്നം. പ്രശ്നം എങ്ങനെ വിമർശിക്കുന്നു, എന്തിനു വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആത്യന്തിക ഫലം ഗാന്ധിയെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതല്ല, നെഹ്റുവെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നെഹ്റുവിനെയും ഗാന്ധിയെയും കൂടുതൽ അടുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റിയിട്ട് ഇപ്പോൾ ദരിദ്രയെ പറ്റി സൂചിപ്പിച്ചല്ലോ. പറയുന്ന ഒരു കാര്യമുണ്ട്, ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു നിഷേധാത്മകമായിട്ടൊരു കാര്യമല്ല. അത് പോൾ ഡീമാൻ പറയുന്നുണ്ട്, ഡീകൺസ്ട്രക്ഷൻ ഈസ് ലൈക്ക് എംബ്രേസിങ് എന്നാണ്, ഒരു ആലിംഗനമാണ്. നമ്മൾ ഗാന്ധിയെ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഗാന്ധിയെ ആലിംഗനം ചെയ്യുന്നത് പോലെയാണ്.
നെഹ്റുവിനെ വിമർശിക്കുന്നത് നെഹ്റുവിനെ ആലിംഗനം ചെയ്യുന്ന പോലെ, അല്ലാതെ നെഹ്റുവിനെയും ഗാന്ധിയും ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. അംബേദ്കറെ വിമർശിക്കുന്നവരില്ല, അംബേദ്കറെ വിമർശിക്കുന്ന ഒരു ആലിംഗനബദ്ധമായ വിമർശനമാണെങ്കിൽ അതൊരു ഡീകൺസ്ട്രക്റ്റീവ് വിമർശനം ആകുന്നുള്ളൂ. ആ ഡീകൺസ്ട്രക്റ്റീവ് വിമർശനമാണ്. അതായത് നമ്മൾ സ്നേഹിക്കാത്ത ഒന്നിനെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഡെറിഡ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഒന്നിനെ മാത്രമേ അത് വെറും നീചമായ നികൃഷ്ടമായ വിമർശനമല്ല ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററിയിലെ ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് അവരുമായി കൂടുതൽ അടുക്കാനാണ്. ഗാന്ധിയുമായി കൂടുതൽ അടുക്കാൻ, അംബേദ്കറുമായി കൂടുതൽ അടുക്കാൻ, നെഹ്റുവുമായി കൂടുതൽ അടുക്കാൻ, അവരുമായി ആലിംഗനബദ്ധരാകുന്ന ഒരു ചരിത്ര പഠന സമ്പ്രദായത്തിൽ നിന്ന് അവരെ ഏറ്റവും നീചമായ ഭാഷയിൽ അവഹേളിക്കുന്ന, അവരുടെ പ്രസക്തി ഇല്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാഠ്യ സമ്പ്രദായത്തിലേക്കുള്ള ട്രാൻസിഷനാണ്, സംക്രമണമാണ് ഈ കഴിഞ്ഞ 10-12 കൊല്ലമായി നടന്നു പോന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ മറ്റൊരു തരത്തിൽ ചരിത്രത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സാംസ്കാരിക വിശകലനം നടത്താൻ ആഗ്രഹിക്കുന്ന അധ്യാപകരും മറ്റുള്ളവരുമാണ്. ഈ കുട്ടികളെ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത്, അതിനെന്താണ് സാധാരണ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവൽ കൊണ്ട് സംഭവിക്കുന്നത്? എന്താണ്? അധ്യാപകരും മാറുകയാണ്. ഈ പുതിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ പുതിയ ചരിത്രം സ്വീകരിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യയിലെ അധ്യാപകരും മാറിയിരിക്കുകയാണ്. ഒരു ചരിത്ര ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നോർമൽസി, അതിന് മുമ്പുണ്ടായിരുന്നൊരു നോർമൽസി പൂർണ്ണമായും തന്നെ അപകടപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ ചരിത്ര വിചാര മാതൃകയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം ഈ കുട്ടികളെ എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അധ്യാപകരുടെ മനസ്സിൽ ഉയരുകയാണ്. അതുകൊണ്ട് അധ്യാപകർ മാറുകയാണ്. കാരണം ഇത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയാണ് ഗവേഷണങ്ങൾ പോലും മാറിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ ഗവേഷണങ്ങൾ ഇന്ത്യയിൽ, ഇത് ഞാൻ പറയുന്ന ഇന്ത്യയിലെ ICSSRന്റെ പ്രോജക്റ്റുകൾ, നിങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ എടുത്ത് നോക്കുക, അതിലൊന്നിൽ പോലും ഗവൺമെന്റിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കുന്ന പ്രോജക്റ്റുകൾ ഇനി ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ഇല്ല, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ടില്ല. അങ്ങനെയായിരുന്നു മുമ്പത്തെ സ്ഥിതി. ICSSRലെ ഒരു ഗവേഷണ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അത് കേൾക്കാൻ ഭരണകൂടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഇന്നത് കേൾക്കാൻ ആളില്ല എന്ന് മാത്രമല്ല, ഇത് കേൾപ്പിക്കുകയുമില്ല എന്ന സാധ്യമാണ് ഉന്നത തലങ്ങളിൽ ഉള്ളത്. ആ തരത്തിലാണ് വിദ്യാഭ്യാസ മേഖല സമഗ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രശ്നമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രശ്നത്തിലുപരി ഒരു പുതിയ സാമൂഹിക വിചാരം വിദ്യാർത്ഥികളിലേക്ക് കടത്തിവിടുന്ന സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ സാമൂഹിക അന്തരീക്ഷത്തിനുള്ളിൽ ഇതൊരു പുതിയ പാരഡൈമാണ്. ഈ പാരഡൈമിനുള്ളിൽ മറ്റ് പാരഡൈമുകൾക്ക് ആയി സമ്മതിക്കാനുള്ള സാധ്യത പോലുമില്ല. അതാണ് തോമസ് കുന്നിൻ്റെ പാരഡൈം എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിൻ്റെ ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്. ആ രണ്ട് പാരഡൈമുകൾ തമ്മിൽ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ടോളമിയുടെ പാരഡൈമും കോപ്പർനിക്കസിന് ശേഷം വന്നിട്ടുള്ള സയന്റിഫിക് പാരഡൈമും തമ്മിൽ സംഭാഷണം സാധ്യമല്ല. കാരണം അതിൻ്റെ അടിസ്ഥാന തലങ്ങൾ വ്യത്യസ്തമാണ്, അത് പ്രവർത്തിക്കുന്ന രീതി വ്യത്യസ്തമാണ്, അതിലെ അസംഷൻസ് വ്യത്യസ്തമാണ്. ഈ പാരഡൈം തകരണമെങ്കിൽ ഈ അസംഷൻസ് ഇല്ലാതാവണം. ഈ അസംഷൻസ് ഒന്നൊന്നായി ഇല്ലാതാകുമ്പോഴാണ് ആ പാരഡൈം തകരുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു പ്രക്രിയ നടന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മളെല്ലാം ഉൽപ്പതിഷ്ണു ചരിത്രം എന്ന് പറഞ്ഞിരുന്ന ഒരു ചരിത്രത്തെ, ഉൽപ്പതിഷ്ണു സാംസ്കാരിക വിചാരം എന്ന് പറഞ്ഞിരുന്ന ഒരു സാംസ്കാരിക ചരിത്രത്തെ അതിനുള്ളിൽ വിള്ളലുകൾ ഇല്ലാതിരിക്കെ അതിനെ പുറമേ നിന്ന് പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ അസംഷൻസിനെ, അതിൻ്റെ ആധികാരികമായ വിചാരങ്ങളെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട്, തകർത്ത് കളഞ്ഞുകൊണ്ട് ഒരു പുതിയ പാരഡൈം യാന്ത്രികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പാരഡൈം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ പാരഡൈമുമായിട്ട് ഇതിന് യാതൊരു തരത്തിലും സമ്മതിക്കാൻ സാധിക്കില്ല. ഈ പുതിയ പാരഡൈമിന് നമുക്ക് പരിചിതമായ സാംസ്കാരിക വിമർശനത്തിൻ്റെ, ചരിത്ര വിമർശനത്തിൻ്റെ, ചരിത്ര പഠനത്തിൻ്റെ പാരഡൈമുമായി, വിചാര മാതൃകയുമായി സമ്മതിക്കാൻ കഴിയാത്ത ഒരു പാരഡൈമിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ ഈ നമ്മൾ മോരും മുതിരയും എന്നൊക്കെ പറയുന്ന പോലെ നിൽക്കുകയാണ്. പരസ്പരം സംഘർഷാത്മകമാണ് ഈ രണ്ട് പാരഡൈംസും തമ്മിൽ. ഇതാണ് ഇപ്പോൾ നമുക്കറിയാം, ഫൂക്കോയുടെ സമാനമായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എപ്പിസ്റ്റെം എന്നാണ് അതിന് പറയുന്നത്. അദ്ദേഹം എപ്പിസ്റ്റെം എന്നാണ് അതിന് പറയുന്നത്. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ പാരഡൈമുമായിട്ട് സാമ്യമുള്ള ഒരു പദമാണ്, ഒരു കോൺസെപ്റ്റാണ്. കാരണം എപ്പിസ്റ്റെം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ
ഉള്ള ജ്ഞാന സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു പാരസ്പര്യത്തെയാണ് അദ്ദേഹം എപ്പിസ്റ്റേം എന്ന് പറയുന്നത്. ഒരു എപ്പിസ്റ്റേമിലുള്ള ജ്ഞാന വിഷയങ്ങൾക്ക് ഒരു പാരസ്പര്യം ഉണ്ടായിരിക്കും. ആ പാരസ്പര്യത്തെക്കുറിച്ചാണ് എപ്പിസ്റ്റേം എന്നുള്ളത് പറയുന്നത്. ഈ പാരസ്പര്യം നേരത്തെ നമ്മൾ പഠിപ്പിക്കുന്ന ജോഗ്രഫിക്കും, നമ്മൾ പഠിപ്പിക്കുന്ന ചരിത്രത്തിനും, നമ്മൾ പഠിപ്പിക്കുന്ന സാഹിത്യത്തിനും, നമ്മൾ പഠിപ്പിക്കുന്ന സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കുമൊക്കെ ഈ പാരാഡൈമിൻ്റെതായ, ഈ എപ്പിസ്റ്റേമിൻ്റെതായ ഒരു ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ടായിരുന്നു. ആ ഇന്റർ കണക്റ്റഡ്നെസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ എപ്പിസ്റ്റേമിനെയും ഈ പാരാഡൈമിനെയും പൊളിച്ചു കളഞ്ഞിട്ട് അവിടേക്ക് മറ്റൊരു പാരാഡൈം, ഏത് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പാരാഡൈമിനെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് അധ്യാപകരെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാകുന്നില്ല. കാരണം അവരിതാണ് ചെറുപ്പം മുതലേ ഇപ്പോൾ കണ്ടുവരുന്നത്. ആരാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവ് എന്ന് ചോദിച്ചാൽ ഗാന്ധി അല്ല എന്ന ഒരു ഉത്തരം കിട്ടുന്ന ഒരു വിദ്യാർത്ഥി പിന്നീട്, കാരണം നമ്മൾ വിദ്യാഭ്യാസ കാലത്ത് നമുക്കൊരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാം വിദ്യാർത്ഥികളായിരുന്നതാണ്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ശാശ്വതമായ സത്യം. എൻ്റെ ഒരു സുവോളജി, ഞാൻ പഠിച്ച കോളേജിൽ സുവോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ ഒരു തെറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം, ഈ സുവോളജി പ്രൊഫസർ ആയതുകൊണ്ട് ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ തെറ്റുകൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അദ്ദേഹം പറഞ്ഞു, മോളെ ഇതങ്ങനെയല്ല, ഇതിനകത്ത് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുവോളജി പ്രൊഫസർ, അദ്ദേഹം വലിയ സുവോളജി ഗവേഷകനൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് പറഞ്ഞു, അച്ഛൻ മിണ്ടാതിരിക്കെ, ടീച്ചർ പറഞ്ഞല്ലോ ഇതാ ശരിയെന്ന്. സുവോളജി പ്രൊഫസറെക്കാളും കുട്ടിക്ക് വിശ്വാസം ഈ സ്കൂളിലെ ടീച്ചറെയാണ്. അതാണ് ഈ പ്രൈമറി സ്കൂളിലെയും UP സ്കൂളിലെയും ഒക്കെ ടീച്ചർമാരെ വിശ്വസിച്ചാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. ആ വിശ്വാസം മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് സത്യത്തിൽ. അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കല്ലച്ചുപോലെ കിടക്കുകയാണ്, അടിച്ചതുപോലെ കിടക്കുകയാണ്. ഈ വിദ്യാഭ്യാസത്തിന് ശേഷം വരുന്ന കുട്ടിയെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ചരിത്രം പറഞ്ഞ് മാറ്റാം എന്ന് വിചാരിക്കുന്നത് വലിയൊരു മൗഢ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ സാംസ്കാരിക തലം എന്ന് പറയുന്നതിനെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഈ തലച്ചോർ വൽക്കരണം നടന്നിരിക്കുകയാണ്. ഈ തലച്ചോറുള്ള ഈ പ്രവർത്തനം കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പഠന പുസ്തകങ്ങൾ മാത്രമല്ല, മറിച്ച് ആ പുസ്തകങ്ങൾ വരുന്ന ഒരു മില്യു ഉണ്ടല്ലോ, ആ മില്യു, അതാണ് ഞാൻ ഈ പാരഡൈം എന്ന് പറയുന്നത്. ആ പാരഡൈമിനെയാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത്, നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഇതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാമൂഹ്യാവസ്ഥ, രാഷ്ട്രീയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും ചരിത്രത്തിലെ ഈ പബ്ലിക് സ്റ്റേജ്, ഈ വിഷയം തന്നെയുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടാണ്. സഭാഷണത് വളരെ ഭംഗിയായി അത് വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ അതിലെ കൂടുതലേക്ക് കടക്കാത്തത്. ഇത് ഉപയോഗിക്കുക എന്നുള്ളത്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ബിജുവിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങിയത്. അദ്ദേഹം ഇത് വളരെ, ഇപ്പോൾ സഭാഷണൻ പറഞ്ഞ കാര്യം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ് ബിജു. പക്ഷേ ബിജുവിൻ്റെ അനുഭവം എന്താണ് നിങ്ങൾ ചോദിച്ചാൽ, ബിജുവിൻ്റെ അനുഭവം ഞാനും ബിജുവും മറ്റു പ്രസംഗകരും ഒക്കെ പങ്കുവെക്കുന്ന ഈ അനുഭവമാണ്. നമ്മളെ നിസ്സാരവൽക്കരിക്കുന്ന, നമ്മളെ ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന കമൻറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ചാനൽ ഇങ്ങനെ നിറയ്ക്കുകയാണ്. വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് ഏകമായ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അധിക്ഷേപിക്കാൻ വേണ്ടിയാണെങ്കിലും ഇവർ വന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ആ ആശ്വാസത്തിലാണ് ഈ അധിക്ഷേപങ്ങളെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ബിജുവിൻ്റെ മൈക്കിന് മുമ്പിൽ, ബിജുവിൻ്റെ വീഡിയോയ്ക്ക് മുമ്പിൽ നമ്മൾ ഇരുന്ന് കൊടുക്കുന്നത്. ഏറ്റവും ധീരമായ, ഇന്നത്തെ കാലത്തെ ഏറ്റവും ധീരമായ സാംസ്കാരിക പ്രവർത്തനം ബിജുവിൻ്റെ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ ഇരുന്ന് കൊടുക്കുക, സംസാരിക്കാൻ നിന്ന് കൊടുക്കുക എന്നുള്ളതായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇത് നടക്കുന്നതാണ്. കേരളത്തിൽ ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. കേരളത്തിലും ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. തമിഴ്നാട്ടിൽ ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. ദക്ഷിണേന്ത്യയിൽ ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, മറ്റും രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ച്, റിപ്പബ്ലിക്കൻ മൂല്യങ്ങളെക്കുറിച്ച്, ഡെമോക്രാറ്റിക് മൂല്യങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നത്. ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഭരണഘടന ഒരു ജനാധിപത്യ ഭരണഘടനയാണ്. അത് കൂടാതെ തന്നെ ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടനയുമാണ്. എന്തുകൊണ്ടാണ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുദ്ദേശിച്ചത്ര സീറ്റുകൾ കിട്ടാതെ പോയത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ജനത വളരെ കൃത്യമായ ഒരു തീരുമാനമെടുത്തതാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടന അങ്ങനെ നിസ്സാരമായി ഭേദഗതി ചെയ്യാനുള്ള അവകാശവും അവസരവും കൊടുക്കരുത് എന്നൊരു ഇലക്ടറേറ്റ് തീരുമാനിക്കുന്നിടത്താണ് ഒരു ഭരണകക്ഷി
ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം അധികാരത്തിൽ, ഭരണകക്ഷി എപ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ അധികാരത്തിൽ വരാൻ പാടുള്ളൂ. ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് പുറത്താക്കണമെങ്കിൽ ഓരോ വോട്ടിൻ്റെ അവിശ്വാസമുണ്ടെങ്കിൽ പുറത്താക്കാം. പക്ഷേ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണമെന്ന് അംബേദ്കർ ഇതെഴുതുന്ന കാലഘട്ടത്തിൽ വിചാരിച്ചത് കൊണ്ടാണ്. ഇതൊരു റിപ്പബ്ലിക്കൻ മൂല്യങ്ങളെ, ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ മൂല്യങ്ങളെ, അടിസ്ഥാന മൂല്യങ്ങളെ നിസ്സാരമായി ചവിട്ടിമെതിക്കാൻ ഒരു കേവല ഭൂരിപക്ഷത്തിന് സാധിക്കരുത് എന്ന ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും കൊണ്ടാണ് ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള ക്ലോസുകൾ എഴുതി ചേർത്തിട്ടുള്ളത്. അതിനോടാണ് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവേണ്ടത്. ആ പ്രതിബദ്ധതയോടുകൂടി വേണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഇപ്പോൾ വിദ്യാഭ്യാസം, ഞാൻ പറയുന്നത് ക്ലാസ് മുറി എന്ന് പറയുന്നതിന് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ക്ലാസ് മുറിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സാധാരണ ചരിത്രം എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുകയും സാധാരണയായി നമ്മൾ അതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ്, റെക്കോർഡുകളുള്ളതാണ്, ആർക്കീവ്സിൽ റെക്കോർഡുകളുള്ള ചരിത്രം നമ്മൾ പഠിച്ചത് നമ്മൾ ക്ലാസ് റൂമുകളിൽ പറയുകയാണെങ്കിൽ പോലും അത് രാജ്യദ്രോഹമായി മാറുന്ന അവസ്ഥയാണ്. യഥാർത്ഥ ചരിത്രം പറയുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമായി മാറുന്ന ഒരു സാംസ്കാരിക മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കുട്ടിക്ക് പരാതി കൊടുക്കാം അധ്യാപകനെ പറ്റി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന്. എന്താണ് ക്ലാസ്സിൽ പറയുന്നത്? യഥാർത്ഥ ചരിത്രമാണ് ക്ലാസ്സിൽ പറയുന്നത്. യഥാർത്ഥ ചരിത്രം ക്ലാസ്സിൽ പറഞ്ഞാൽ അത് രാജ്യദ്രോഹമായി മാറുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ അവസ്ഥയിലേക്ക് രാജ്യം കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും എത്രയൊക്കെ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാവുന്നെങ്കിൽ പോലും വീണ്ടും ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു ചരിത്ര കോൺഗ്രസ് കേരളത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പല കാര്യങ്ങളും പറയാൻ സാധിക്കുമെങ്കിലും ഈ സ്വാതന്ത്ര്യം ഈ ഹാളിൽ നിൽക്കുന്നതല്ല, ഇത് ചാനലിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. ഇത് വരുമ്പോഴാണ് സംഘടിതമായിട്ടുള്ള ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് ജനിപ്പിച്ചുകൊണ്ട് വായടപ്പിക്കാനുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഉണ്ടാവുന്നത്, ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരാൾക്കൂട്ടം ഉണ്ടായിരിക്കുന്നു. ആ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ആ ആൾക്കൂട്ടമാണ് നമ്മൾ ഈ പറയുന്ന ആൾക്കൂട്ട വിചാരണയിലെ ജൂറിയായിട്ടുള്ള ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടമാണ് പുസ്തകങ്ങൾ തീയിട്ട് കത്തിക്കുന്ന ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടമാണ് മാംസം കൈവശം വെക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്ന, ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ടവും ഭരണത്തിൻ്റെ ഭാഗമായി മാറുന്ന ഭരണ സംവിധാനത്തെയാണ് നമ്മൾ ഫാസിസം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. കാരണം ഈ ആൾക്കൂട്ടമില്ലാതെ ആ ഭരണകൂടത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. ഈ ആൾക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. ആ നിയമവ്യവസ്ഥയായി ആൾക്കൂട്ടത്തെ പരിവർത്തനം ചെയ്തുകൊണ്ടാണ് ഫാസിസം പലപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഈ കത്തിക്കലുകളും തിയേറ്ററുകൾ കത്തിക്കലുകളും പുസ്തകം കത്തിക്കലുകളും ഒക്കെ ഓരോ ഉത്തരവിറക്കിയിട്ട് ചെയ്യുന്നതല്ല. കാരണം അതാണ് ചെയ്യേണ്ടത് എന്ന് ബോധ്യമുള്ള ഒരു സമൂഹത്തെ കൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നാണ്, ആ ആൾക്കൂട്ടത്തിൽ നിന്നാണ് ഈ ഭരണകൂടം ഉയർന്നു വരുന്നത്. അത്തരത്തിലൊരു ആൾക്കൂട്ടം ഇല്ലാതെ ഈ ഭരണകൂടത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ടത്തിലാണ്. ഈ ആൾക്കൂട്ടത്തിൻ്റെ ലോയൽറ്റിയിലാണ്, വിശ്വാസ്യതയിലാണ്. ഈ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും തന്നെയും നേരിട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പബ്ലിക് സ്റ്റേജ് എത്ര കാലം ഉപയോഗിക്കാമോ അത്രയും കാലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ചാനലുകൾ എത്രയും കാലം ഉപയോഗിക്കാമോ അത്രയും കാലം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിപക്ഷവും ഇല്ലാതെ ആയി പോകും എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനവിരുദ്ധമായ ഏത് നിലപാടുകൾ ഏത് ഭരണകൂടം എപ്പോഴൊക്കെ എടുക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാംസ്കാരിക സംവിധാനത്തെയാണ് നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ്. ഏത് ഭരണകൂടമാണെങ്കിലും ആ ഭരണകൂടം എടുക്കുന്ന നിലവിട്ട നിലപാടുകളെ നിഷേധിക്കുന്ന, അതിനെ പ്രതിരോധിക്കുന്ന, അതിനോട് സംവദിക്കാൻ ശ്രമിക്കുന്ന ഒരു സാംസ്കാരിക ചരിത്ര
വിചാര മാതൃകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെങ്കിൽ അത് നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്തരത്തിൽ ഇതിനെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പബ്ലിക് സ്റ്റേജ് എന്ന് പറയും, നമുക്കറിയാം ഈ പബ്ലിക് സ്റ്റേജ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനമാണെന്നുള്ളതിന് ഞാൻ കേരളത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അത് പറയുന്ന അസംഗതമല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന സമയത്ത് ധാരാളം റെസ്ട്രിക്ഷൻസ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏർപ്പെടുത്തി. ഞാനിത് എന്താണ് വെറും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുകയല്ല, മറിച്ച് വളരെ പ്രസക്തമായത് കൊണ്ട് മാത്രം പറയുകയാണ് ഈ ഉദാഹരണം. അപ്പോൾ അന്ന് അതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പൈസ കുറയ്ക്കണം, പോസ്റ്ററുകൾ അടിക്കുന്നത് കുറയ്ക്കണം, അതിൻ്റെ കണക്ക് കാണിക്കണം, എത്ര മൈക്ക് ഉപയോഗിച്ചു, എവിടെയെല്ലാം ഉപയോഗിച്ചു, ആർക്കെല്ലാം TA കൊടുത്തു, ഇതിൻ്റെ എല്ലാം കൃത്യമായ കണക്കില്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ നടപടിയെടുക്കുന്ന, വളരെ കർശനമായ നടപടിയെടുക്കുന്ന ഒരു നിലപാട് TN ശേഷൻ കൈക്കൊണ്ടു. പൊതുവെ അത് സ്വാഗതം ചെയ്യപ്പെട്ടു. കാരണം പണത്തിൻ്റെ പെരുപ്പമാണ്, ഈ തെരഞ്ഞെടുപ്പ് കൊഴുപ്പാണ്, ഇതെല്ലാം ഇല്ലാതാക്കേണ്ടതുണ്ട്, അങ്ങനെയാണ് ആളുകൾ സ്വാധീനിക്കപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ AK ആന്റണി അത് സ്വാഗതം ചെയ്തു. ഇത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി പറയാനായിട്ട് ഒരേ ഒരു ആളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ മുഴുവൻ, അത് EMS ആണ്. EMS പറഞ്ഞത് ഇതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മൈക്ക് നിരോധിച്ചിട്ടല്ല, പോസ്റ്ററുകൾ ഒട്ടിക്കാതെയല്ല, ജനങ്ങൾക്കിടയിൽ പോയി ജനങ്ങളോട് ജവഹർലാൽ നെഹ്റുവും അതുപോലെയുള്ള ദേശീയ നേതാക്കളും നിരന്തരം സംസാരിക്കുകയും ചെയ്താണ് ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കിയെടുത്തത്. എത്ര ആളുകളോട് ഏതൊക്കെ പോസ്റ്ററിലൂടെയും ഏതൊക്കെ ലഘുലേഖകളിലൂടെയും ഏതൊക്കെ കവലയോഗങ്ങളിലൂടെയും സംസാരിക്കാമോ അതൊക്കെ സംസാരിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ്. അതൊരു TN ശേഷനെ നിയന്ത്രിക്കാനുള്ളതല്ല എന്ന് EMS പറഞ്ഞു. അത് പോപ്പുലർ അല്ല അഭിപ്രായം അന്ന്. കാരണം ആളുകൾക്ക് വേണ്ടത് TN ശേഷൻ പറയുന്നതാണ്, അതിന് കൈയടിക്കുന്നതാണ് പുരോഗമനം. കാരണം കണ്ടില്ലേ, തെരഞ്ഞെടുപ്പിൽ പണക്കൊഴുപ്പ് നടന്നു. പക്ഷേ ജനാധിപത്യത്തിൽ പ്രധാനം തെരഞ്ഞെടുപ്പിന് പണം ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തുല്യമായ രീതിയിൽ എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ, ഗ്രാമാന്തരങ്ങളിൽ പോയി ആ മനുഷ്യരോട് സംവദിക്കാൻ, അവർക്ക് പറയാനുള്ള, തിരിച്ചു കേൾക്കാനുള്ള വേദിയാണ് അല്ലെങ്കിൽ സമയമാണ് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പ് ഒരിക്കലും, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആൾക്കാർ പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം. ഇപ്പോൾ നമ്മുടെ പറക്കാല പ്രഭാകരൻ നിരന്തരം പറയുന്നത്, എൻ്റെ സുഹൃത്താണ്, ഹൈദരാബാദിലുള്ളതാണ്, നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഭയങ്കര ഒരു വിമർശകനാണ് ഈ ഗവൺമെന്റിന്റെ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഒരു ജനാധിപത്യ പ്രയോഗമല്ല. ഏറ്റവും മോശമായി നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള സന്ദർഭത്തിൽ പോലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. സിംഗപ്പൂരിന്റെ ഉദാഹരണം ഞാൻ പറയാറുണ്ട്. സിംഗപ്പൂരിൽ 1969 കാലഘട്ടത്തിൽ പ്രതിപക്ഷം, സോഷ്യലിസ്റ്റ് പ്രതിപക്ഷമായിരുന്നു, അവർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ PAP എന്ന് പറയുന്ന ഭരണകക്ഷി പാർട്ടി വന്ന് അവർ പല നടപടികളും നടപ്പിലാക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് അവർ പാർലമെന്റിൽ നിന്ന് രാജിവെച്ചിട്ടപ്പോൾ അവർ രാജിവെച്ചപ്പോൾ ഈ ഭരണകൂടം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഈ പ്രതിപക്ഷം ഒന്നടങ്കം, വലിയ ശക്തിയുള്ളൊരു പ്രതിപക്ഷമായിരുന്നു, അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് ഞങ്ങൾ സ്ട്രീറ്റുകളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടന്നു, 90% ആളുകൾ വോട്ട് ചെയ്തു. ഒറ്റ സീറ്റ് പോലും പ്രതിപക്ഷത്തിനില്ലാതെ ഭരണകക്ഷി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരുന്ന ഭരണപക്ഷം എല്ലാ സ്ട്രീറ്റ് ഡെമോൺസ്ട്രേഷൻസും നിരോധിച്ചു. ഇന്ന് 2025, ഇത് സംഭവിച്ചത് 1970. 55 കൊല്ലമായി അവിടെ ഇപ്പോഴും പ്രതിപക്ഷമില്ല പാർലമെന്റിൽ. ഒറ്റ തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിച്ച് പോയതാണ്. പിന്നെ ഇന്ന് തീയതി വരെ പ്രതിപക്ഷം മാന്യമായ രീതിയിൽ ആ പാർലമെന്റിലേക്ക് കടന്നുള്ളൂ. ഒരു MP ഒക്കെയാണ് അവിടെ പ്രതിപക്ഷത്തിന് കിട്ടാറുള്ളത്. ഒരു MP കിട്ടാതായ ഒരു വർഷം ഈ ഭരണകക്ഷി 4 പേരെ നോമിനേറ്റ് ചെയ്തു പ്രതിപക്ഷമായിട്ട് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കുക. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കലല്ല, തെരഞ്ഞെടുപ്പ് നമ്മുടെ അഭിപ്രായങ്ങൾ ജനങ്ങളോട് പറയാൻ കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആളുകൾ പോയി സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചതുകൊണ്ടാണല്ലോ കുറേ പേരെങ്കിലും മാറി വോട്ട് ചെയ്യുന്നത്. പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും ഈ സംസാരിക്കാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അത്തരത്തിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാരെ കേൾക്കുന്ന ഒരേ ഒരു സമയം തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ എവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും, രാഷ്ട്രീയക്കാരെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും വഴിയെ പോകുന്നവർ കേൾക്കും, അണികളിരുന്ന് കേൾക്കും എന്നല്ല. സാധാരണ മനുഷ്യൻ ഒരു നേതാവിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. കാരണം അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയം. ആ സമയത്ത് പരമാവധി പേരോട് സംവദിക്കാനും സംസാരിക്കാനും കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് EMS അന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത്
മറ്റെന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു 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 മേഖലയിൽ നിന്ന് നമ്മൾ പിന്മാറുന്നതിലൂടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല. മറിച്ച് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ കൂടുതൽ നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യപരമായ സംവാദത്തിനും സംഭാഷണത്തിനും മുതിരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഈ ചാനലിംഗ് ഹിസ്റ്ററി ഇൻ പബ്ലിക് സ്റ്റേജ് എന്നുള്ള ഈ പാനലിൻ്റെ തന്നെയും, ഈ ചരിത്ര കോൺഗ്രസ് ഇത്തരത്തിലൊരു പാനൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ പബ്ലിക് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ചാനലിംഗ് ഹിസ്റ്ററി ഈ പബ്ലിക് സ്റ്റേജിൽ തന്നെ, ഇത്തരം പബ്ലിക് സ്റ്റേജുകളിൽ തന്നെ, ഇത്തരം പൊതുവേദികളിൽ തന്നെ ചരിത്രം നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ചരിത്രം പറയുന്നത് ക്ലാസ് മുറികളിലോ ടെക്സ്റ്റ് ബുക്കുകളിലോ മാത്രമല്ല, പൊതുവേദികളിലേക്ക് ചരിത്രം പറയേണ്ടത് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഈ ചരിത്ര കോൺഗ്രസ് ഉൾക്കൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാനലിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം.